FC ബാഴ്സലോണ വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ് മത്സരത്തിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 3 പോയിന്റുകൾ. ഒന്നാമത്തെ കാര്യം, അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ അറ്റാക്കിംഗ് ആണ്. 4-0 എന്നുള്ള സ്കോറിനാണ് മാച്ച് അവസാനിച്ചത്. ബട്ട് ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു 7-0 എങ്കിൽ 8-0 ആക്കാനുള്ള ഒരു അവസരം അത്ലറ്റിക്കോക്ക് ഉണ്ടായിരുന്നു. അത്രയും അടിപൊളിയായിട്ടായിരുന്നു അത്ലറ്റിക്കോ അവരുടെ അറ്റാക്കിംഗ് നടത്തിയിരുന്നത്. എസ്പെഷ്യലി അവിടെ ആന്റോൺ ഗ്രീസ്മാനും അതുപോലെ തന്നെ സിമിയോണൊക്കെ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ബാഴ്സലോണയുടെ ഡിഫൻസിനെ മൊത്തത്തിൽ ഡെമോളിഷ് ചെയ്യുന്ന രീതിയിലായിരുന്നു ഫസ്റ്റ് ഹാഫിൽ അത്ലറ്റിക്കോയുടെ പ്രകടനം. അപ്പൊ 4-0 എന്നുള്ളത് ഒരു വലിയ തോൽവിയാക്കി കണക്കാക്കേണ്ട. ഒരുപക്ഷെ 6-0, 7-0 എന്നുള്ള സ്കോറിനൊക്കെ ഫസ്റ്റ് ഹാഫിൽ തന്നെ കളി മാറിയാണ്. രണ്ടാമത്തെ പോയിന്റ്, FC ബാഴ്സലോണയുടെ ഗോൾ ഡിസലോ ചെയ്യുന്ന കാര്യമാണ്. ഏകദേശം 7 അല്ലെങ്കിൽ 8 മിനിറ്റ് നോക്കിയിട്ടാണ് വേറെ ഗോൾ ഡിസലോ ചെയ്യുന്നത്. അതൊരു എന്താ പറയാ, അത്തരത്തിലുള്ള തീരുമാനം വേണമായിരുന്നു എന്നുള്ളത് വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഏതായാലും അതൊരു കോൺട്രവേഴ്സ്യൽ ഒപ്പീനിയൻ ആയിരിക്കും. ഏതായാലും അതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. മൂന്നാമത്തെ പോയിന്റ്, ഇനി ഇതിന്റെ രണ്ടാം പാദ മത്സരം നടക്കുന്നത് മാർച്ച് 3-നാണ്. പുലർച്ചെ 1:30 മത്സരം FC ബാഴ്സലോണയുടെ ഗ്രൗണ്ടിൽ വെച്ചായിരിക്കും. അപ്പോ ഈ ഒരു മത്സരത്തിൽ നമുക്കറിയാം പെഡ്രി ഇല്ല, റാഫീന ഇല്ല, റാഷ്ഫോർഡ് ഇല്ല, ഇങ്ങനെ ഒരുപാട് ബാഴ്സലോണയുടെ കീ പ്ലേയേഴ്സ് ഇല്ലാതെയാണ് ബാഴ്സലോണ കളിച്ചത്. പക്ഷെ അടുത്ത ലെഗ് മത്സരമാകുമ്പോഴേക്കും ഈ ഒരു താരങ്ങളെല്ലാം ഈ സ്കോഡിലേക്ക് റീജോയിൻ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഒരു ഒന്നാം തരം മത്സരം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുപരി ബാഴ്സലോണയ്ക്ക് 4-0 എന്നുള്ള സ്കോറിനെ മറികടക്കണമെങ്കിൽ മിനിമം 5-0 എന്നുള്ള സ്കോറെങ്കിലും ആക്കണം. അതിന് FC ബാഴ്സലോണയുടെ ഈ ഒരു ടീമിന് സാധിക്കുമെന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതായാലും ഈ ഒരു മാച്ചിനെ പറ്റിയുള്ള ടോട്ടൽ നിങ്ങളുടെ ഒപ്പീനിയൻ ഏതായാലും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫുട്ബോൾ ഇഷ്ടമെങ്കിൽ തീർച്ചയായും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.